സെപ്റ്റംബർ 20 ഇത് സദയ മന്ദിരം എന്ന് പറയുന്ന വീടാണ്. 26 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ആകെ 7 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചതുകൊണ്ട് പിന്നെ അമ്മ വാങ്ങിച്ചതുകൊണ്ട് ഒത്തിരി കേസും വഴക്കും ഒക്കെ നടത്തിയതായി. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു ചെരുപ്പൂത്തിയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ വടക്കേ വശത്ത്. ഒരു ചെരുപ്പൂത്തി വന്ന് താമസിക്കുന്നുണ്ട്. ഇവനുമായിട്ട് ഒത്തിരി ഗുസ്തി. 85 കല്ല ഇവൻ അടിച്ചു പൊട്ടിച്ചത്. അങ്ങനെ പല രീതിയിൽ ഉപദ്രവിച്ച് ഇവൻ ഒത്തിരി കേസും വഴക്കും ഉണ്ടാക്കിയത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നിടം മുതൽ ഇവൻ ഗുസ്തിയായി ഞങ്ങളോട്. അതിന് മുന്നേ ഗുസ്തി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ മുതലേ ഗുസ്തിയായിരുന്നു. അങ്ങനെ 3 സൈഡും ഈ വീടിൻ്റെ 3 സൈഡും മുള്ളുവേലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ 17 സെൻറ്റും കൂടെ പുറകെ ഞങ്ങൾക്ക് കിട്ടിയത് ദൈവമായിട്ട് തന്നതാണ്. ഇപ്പോൾ ഇവന് ഹൈവേ വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറേ ഒരു ബിജു പി എന്ന് പറയുന്ന ഒരു വക്കീൽ ക്രിമിനലുണ്ട്. നമ്മൾ അവനെ ബന്ധം ഒഴിഞ്ഞു. അവനിങ്ങനെ നടക്കുകയാണ്. അവൻ്റെ മുതു കള്ളനാണ്. അതാ ഇവനെ നമ്മൾ നിയമപരമായിട്ട് മാവേലിക്കര ഫാമിലി കോടതി വഴി ബന്ധം ഒഴിഞ്ഞതാ. ഇവനിങ്ങനെ നടക്കുക. എൻ്റെ വസ്തു മതി വേണം. എന്നിട്ട് ഇവൻ വിചാരിച്ച് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. എന്നെ ഇവിടെ നിന്ന് അങ്ങ് ഒറ്റയ്ക്കാക്കി വക വരുത്താമെന്നൊക്കെ പറഞ്ഞോട്ട് ഒത്തിരി നോക്കി. ഇവിടെ പല കഥകളുണ്ടാക്കുക. ഇവന്മാരുടെ ജോലി അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നത് കാരണം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കഥയുണ്ടാക്കാൻ നോക്കി. എന്നെ കൊന്നേച്ച് കെട്ടി തൂക്കിയേച്ച്. അതൊന്നും നടന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വസ്തുവിൻ്റെ പ്രമാണമല്ല എവിടെയോ വെച്ച് കാശെടുത്ത് അങ്ങനെ എല്ലാം ഇതാക്കി എനിക്ക് പ്രാന്തായി. എന്നിട്ട് ഇവന്മാർ വന്ന് എന്നൊക്കെ കഥയുണ്ടാക്കാനായിട്ട് ഇവന്മാർ കുറേ സന്തുല എന്ന് പറയുന്ന കുറേ ക്രിമിനൽസ് ഉണ്ട്. അവൻ്റെ ആ ഒരു ആശുപത്രിയുണ്ട് കോട്ടയം കൂത്താട്ടുകുളത്ത്. അവിടുന്ന് കുറേ ഗൂണ്ടകൾ, വലിയ 4 ഗൂണ്ടകൾ വന്ന് നമ്മുടെ കഥകളെല്ലാം അടിച്ചു പൊളിച്ച് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനും പിന്നെ ഒരു ചെറുട്ടിത്തറ ശശി എന്ന് പറയുന്ന ഒങ്ങേരും ഉണ്ട്. ഇവനൊക്കെ ഏതാണെന്ന് അറിയത്തില്ല. ഇവൻ എന്ത് റൈറ്റാണ് ഇതൊക്കെ ചെയ്യാനുള്ളതെന്ന് നമുക്കറിയത്തില്ല. ഇവന്മാരെല്ലാം കയറി നമ്മുടെ ചുറ്റിയേക്ക് നമ്മുടെ കഥകളെല്ലാം അടിച്ചു പൊളിച്ച് കയറി നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടിട്ടിട്ട് ഇവന്മാർ ഇവിടെ എൻ്റെ വീട്ടിൽ പ്രമാണം കിട്ടുമെന്ന് വിചാരിച്ച് ഇവന്മാരെല്ലാം ഇവിടെ എല്ലാം തിരക്കി നടന്ന് പ്രമാണമൊന്നും കിട്ടിയില്ല. പ്രമാണമല്ല എൻ്റെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവന്മാർക്ക് എടുത്ത് ആ കഥകളൊന്നും പറ്റാഞ്ഞതുകൊണ്ട് പിന്നെ ഒരുത്തനെ കയറ്റി ഇവിടെ എൻ്റെ അമ്മ ഉള്ളപ്പം പാസ്പോർട്ട് എടുത്ത് കുറച്ച് ഏതാണ്ടൊക്കെയോ കഥയുണ്ടാക്കി. ഞാൻ 5000 രൂപ ആരണ്ടോട് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനായി കഥ. അങ്ങനെയൊന്നുമല്ല. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ബാഗിന് 50,000 രൂപ അമ്മ കണ്ടതല്ലേ മികട്ടായിട്ട് കണ്ടതാണേ. അതെല്ലാം കൊണ്ട് ബാങ്കിലും ഉണ്ടായിരുന്നു കാശ്. ബാങ്കിലും എൻ്റെ കാശ് കിടപ്പുണ്ട്. എന്നിട്ട് ഈ കഥകളൊന്നും 1,00,000 രൂപ ഇല്ലില്ല 50 എനിക്കറിയാം ബാങ്കിലായിരുന്നു. ബാക്കി കാശോ ആര് തന്നത്? 1,00,000 എൻ്റെ കയ്യിൽ ആരും എൻ്റെ കാശായിരുന്നതല്ല. പല്ലാരിമംഗലത്തെ വഴിക്കോ അതൊക്കെ അതിന് ശേഷമല്ലയോ അമ്മേ? വഴിക്ക് കൊടുത്ത് നമ്മൾ വഴിയൊന്നും എഴുതി കൊടുത്തിട്ടില്ല. നിങ്ങളല്ലയോ വഴി ഞങ്ങൾ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. വഴി നടുക്കൂടി ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയും വസ്തുവിനകത്തോട്ട് പോകാൻ വേണ്ടി ഞങ്ങളുടെയും സർവ്വസ്വാതന്ത്ര്യത്തിനാണ് ആ വഴി. ആരുടെയും പേരിൽ എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. ആ വഴി മാറ്റണം. അതെന്തോ ഒരു പാട്ട്. അങ്ങനെ ഞങ്ങളുടെ വസ്തു അതെന്തേലും ആട്ടെ. വടക്ക് 50 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ഞങ്ങൾ അത് തെക്കേക്കര വില്ലേജിലാണ് 50 സെൻറ്റ് സ്ഥലം. ബാക്കി സ്ഥലങ്ങളെല്ലാം പിന്നെത്ര 52 സെൻറ്റ് സ്ഥലം. ഇവിടെ ബാക്കി സ്ഥലങ്ങൾ ആകെ 1 ഏക്കർ 46 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിൽ ബാക്കി ഈ 52 സെൻറ്റ് തെക്കേക്കര വില്ലേജിൽ ഒഴിച്ച് ബാക്കി എല്ലാം ഈ ഭരണിക്കാവ് വില്ലേജിലാണ്. ഇപ്പോൾ ഈ കുട്ടനെന്ന് പറയുന്നവൻ ഇങ്ങനെ കുട്ടനും കുറേ ക്രിമിനലുകൾ നമ്മുടെ ഓൺലൈൻ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട്. ഈ ഫോണിൽ കൂടെ ഞങ്ങളുടെ ക്യാമറ കൺട്രോൾ ചെയ്യുക, നമുക്ക് പല കഥകളുണ്ടാക്കുക, നമ്മുടെ വീടിൻ്റെ മുന്നിൽ കുറച്ച് ലോറി അപ്പുറത്തും ഇപ്പുറത്തും മാറ്റിയിടുക, എന്നിട്ട് ഏതാണ്ടൊക്കെ സാധനം കെട്ടുമായിട്ടൊക്കെ വരുന്ന ലോറി ഇങ്ങനെ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ വിട്ട് അറുബാന എടുക്കാനോ മറ്റേതെടുക്കാനോ പറഞ്ഞുകൊണ്ടൊക്കെ ഗേറ്റ് തുറക്കുന്നുണ്ടെങ്കിൽ പമ്മി കിടക്കുന്ന ലോറി ഇങ്ങനെ മുന്നിൽ കൂടെ പോവുക. നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. റോഡിൽ കൂടെ നടക്കുന്ന കാര്യങ്ങൾ. നമ്മളിത് വിറ്റേച്ച് പോകാൻ യാതൊരു വിധത്തിലും ഉദ്ദേശിക്കുന്നില്ല. വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല, എങ്ങും പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ ഹൈക്കോടതിയിലെങ്ങാനും പോയി അവിടെ
എന്തോ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, അല്ലാതെ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അല്ലാതെ എങ്ങും നമുക്കൊരു ബന്ധങ്ങളില്ല. അവിടെ ഒന്നും ഒരു ബന്ധവും ആരുമായിട്ടും ഇല്ല. പിന്നെ ഇതാണ് എൻ്റെ വീട്, എൻ്റെ അച്ഛൻ്റെ വീടാണ്. എനിക്ക് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതാണ്, അല്ലാതെ വേറെ ഒന്നിനും പോകുന്നതല്ല. എത്രയോ പേര് പലയിടത്തു നിന്നും ഹോസ്റ്റലിൽ വന്ന് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം നാടും കൂടും ഒക്കെ വിറ്റേച്ചാണോ ഹൈക്കോടതി വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് എവിടെയും ജോലി ചെയ്യാനുള്ള ഈ വീട് ഇവിടെ വെച്ച് നമുക്ക് ഇനിയും അങ്ങ് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്യാനുള്ള അവകാശങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട് വല്ലവരും എടുക്കുവോ? ഡൽഹിയിൽ പോയി നിന്നപ്പോഴും ഞാൻ ഇവിടെ അങ്ങനെ ആരും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ പേര് കിടക്കുന്നതാ. എൻ്റെ പ്രമാണം എൻ്റെ കയ്യിലാണ്. ഞങ്ങൾ ഡൽഹി വെച്ചിരിക്കുകയാണ് പ്രമാണം സൂക്ഷിച്ച്. മുക്കുമാണ് ഞാനും മുക്കും കൂടാണ് വെച്ചിരിക്കുന്നത് സൂക്ഷിച്ച് ഇതായിട്ട്. പിന്നെ ഞാനും മുക്കും കൂടാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവർമാർക്ക് ഇങ്ങനെ ഞാനും മുക്കും കൂടെ ജീവിക്കുക എന്നുള്ള രീതിയിൽ പല പല കഥകളുണ്ടാക്കുക. കുറേ അവന്മാർ നമ്മൾ എംപയർ മാളിലോട്ടോ എവിടോട്ടെങ്കിലും പോയാൽ അവിടെ വന്ന് നമ്മുടെ പുറകിലൊക്കെ നിന്നിട്ട് കുറേ ക്യാമറ പരിപാടികളൊക്കെ, അതൊന്നും ഇവിടെ നടക്കുന്നതല്ല. ഇതൊന്നും നമ്മളറിയാതെ ചെയ്യുന്ന പല പല കാര്യങ്ങളാണ്. ക്യാമറയിൽ നിന്ന് വല്ലതും എടുത്ത് നമ്മൾ അവരുടെ കൂടാണെന്നൊക്കെ വല്ല വരുത്താനുള്ള ഇതും ഉണ്ടെങ്കിൽ അവർ ജയിലിൽ പോകും. ഏത് എംപയർ മാളായാലും ശരി, ഏതവനായാലും ശരി, എവിടെ ആയാലും ശരി. ഇങ്ങനെ നമ്മൾ എംപയർ മാളിൽ പോകുന്ന സാധനം വാങ്ങിക്കാനല്ല, അവിടെ കണ്ടവനെ ഒന്നും കാണാനല്ല. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത്. കുറേ അതൊന്നും ഇവിടെ ഒന്നും നടക്കത്തില്ല. പിന്നെ അവനവൻ്റെ കാര്യം നോക്കണം, ഓരോ അവളും. ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും നടക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ അമ്മയുടെ ഒരു സിസ്റ്ററുണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവർക്ക് മക്കളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അവർക്കൊന്നും യാതൊരു അവകാശമില്ല. ഞാൻ എഴുതി വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ എഴുതി വാങ്ങിക്കാനായിട്ട്. അവർക്കൊരു അവകാശം ഇടില്ല. ഇന്നത്തെ കാലം നമുക്ക് ആരെയും വിശ്വസിക്കാനൊക്കത്തില്ല. ആരുടെ ഉള്ളിലിരിപ്പ് എന്തുവാ ചേകഞ്ഞ് നോക്കാനും പറിക്കാനും ഒന്നും നോക്കത്തില്ല. പല ആളുകളും പല രീതിക്കാരാ. അതുകൊണ്ട് നമ്മൾ എഴുതി വാങ്ങിക്കാൻ പേപ്പറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതും 2 ദിവസത്തിനുള്ളിൽ. നാളെ എഴുതി വാങ്ങിച്ച് ഒപ്പിട്ട് വാങ്ങിക്കും എന്തായാലും. ഞായറാഴ്ച അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ കുറേ ഇതുമായിട്ട് നടക്കുക. കുറേ കള്ളര്, കുറേ ക്രിമിനൽസ് ഇങ്ങനെ പറ്റിച്ച് വസ്തു വാങ്ങിക്കാൻ നടക്കുക. നമ്മുടെ ഇതൊക്കെയാണ് പരിപാടി. നമ്മുടെ വീട്ടിൽ നിന്ന് എന്തുവാ കെട്ടുക, വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കുറച്ച് ടെമ്പോയൊക്കെ വന്നേച്ച് ഇങ്ങനെ പോവുക, കാറ് വന്നേച്ച് പോവുക. ഇതൊന്നും നമ്മുടെ ഇതല്ല. ഇതൊന്നും നമ്മളുടെ ഇതിലേ ഉള്ളതല്ല. ഇവിടെ വസ്തു വിറ്റിട്ടേ ഇല്ല, വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഒരു കാശിന്റെ വസ്തു പോലും വിറ്റിട്ടില്ല, വാങ്ങിച്ചിട്ടേ ഉള്ളൂ. 17 സെന്റ് വിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതോടെ നിർത്തി വിൽപ്പന. അല്ലാതൊന്നും ഇല്ലാതെ വർഷങ്ങളായി. 2019 ജൂലൈയിലാണ് അത് വിറ്റത്. അതിനുശേഷം ഒന്നും നമ്മളൊന്നും വിറ്റിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പുറകിൽ നടക്കുക കുറേ ക്രിമിനൽസ് ഇങ്ങനെ വിൽക്കുക, നമ്മുടെ ജീവൻ അപായപ്പെടുത്താൻ നോക്കുക. നമ്മുടെ വീടിനകത്തോട്ട് എന്തുവാ വെടിമരുന്നിൻ്റെ വാടയാണ് രാവിലെയൊക്കെ. ഞാൻ ബാത്റൂമിൽ ചെന്നിരുന്നപ്പോഴും ഭയങ്കര എന്തൊക്കെയോ മണങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടെ അടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കുക. മയങ്ങി വീണാൽ ഇങ്ങനെ ആശുപത്രി കൊണ്ടിടാനും പിന്നെ ഇവരുടെയൊക്കെ അണ്ടറിലാക്കി എൻ്റെ വസ്തു വകയൊക്കെ എടുക്കാവുന്നതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. അതാണ് ഒരു ഉദ്ദേശം ഇവന്മാർ നടത്തുന്നത്. നമ്മളെ പല രീതിയിൽ നമ്മുടെ ജീവൻ അപായപ്പെടുത്തി നമ്മളെ ഇങ്ങനെ നമ്മളുടെ ആരോഗ്യം നശിപ്പിച്ചൊക്കെ ഇവന്മാരുടെ കൈക്കലാക്കി നമ്മളെ എടുത്തു വെച്ചുകൊണ്ട് ഇവന്മാർക്ക് നമ്മുടെ വസ്തു വകയൊക്കെ തട്ടാവുന്നുള്ളതാണ് വേറൊരു ഉദ്ദേശം. അങ്ങനെ പല സംഭവങ്ങളും ഇവന്മാരുടെ കൈ. പിന്നെ മയങ്ങാനുള്ള മരുന്നുകൾ, അങ്ങനെ പല രീതിയുണ്ട്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ബിജുപി എന്ന് പറയുന്നവൻ, സുനിത എന്ന് പറയുന്ന ഒരുത്തിയുണ്ട് അവിടെ, അവൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മരുമോളാണ്. അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ ഇവൻ ചെന്ന് ചോദിച്ചതാണ് ദീപയ്ക്ക് ജ്യൂസിൽ മയങ്ങാനുള്ള മരുന്ന് കൊടുക്കാവുന്നത്. ഇവൻ ആരാ ജ്യൂസിൽ മയങ്ങാനുള്ള മരുന്നൊക്കെ കൊടുക്കാൻ? ഇവൻ ഏതെങ്കിലും റൈറ്റ് ഉണ്ടോ? ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ആൾക്കാർക്കോ നമ്മളെ ഒരാളിനെ മയക്കാനുള്ള അവകാശവും ഇതുമുണ്ടോ? അതെങ്ങനെ നമ്മളോട് പലരും വിളിച്ച് പറഞ്ഞു. ഇവൻ അതുപോലെ നമ്മുടെ വെള്ളത്തിനകത്തൊക്കെ പലതും കലക്കുകയും പറിക്കുകയൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ മുഖത്തോട്ട് ഇപ്പം ഓരോ വിഷവാതകങ്ങൾ അടിക്കുക, പല മണത്തിന്റെ ഇതില്.
നിന്റെ മരണം എന്നാന്ന് അറിയാൻ വേണ്ടി ആ എന്നെ ചെങ്ങന്നൂരെടുത്ത് കൊണ്ടുപോകും എന്തുവാ നാഡീ ജ്യോതിഷം നോക്കാൻ. അങ്ങനെ അവനിങ്ങനെ എൻ്റെ മരണം കാത്തിരിക്കുകയാണ്. അവനിങ്ങനെ എന്നെ എങ്ങനെയെങ്കിലും വക വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ്റെ ഉദ്ദേശം മുഴുവൻ. ഒരു ബിജുപി. അതുപോലെ നമ്മൾ കോടതി പോകാനൊക്കത്തില്ല. കോടതിയിലും ഇത് തന്നെയാണ് സംഗതി. കോടതിക്കകത്തൊക്കെ പെണ്ണുങ്ങൾ വന്ന് ഫേസ്ബുക്കും ഒക്കെ നോക്കി നമ്മുടെ എന്തുവാ വേളുമാരുടെയൊക്കെ ഫോണിനകത്ത് കുറച്ച് ആപ്പുണ്ട് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ, ഇപ്പം എല്ലാവർക്കും അറിയാതെ ലേസറും അങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം നമ്മുടെ മുഖത്തോട്ട് നമ്മുടെ തലയിലോട്ടെല്ലാം അടിക്കുക. അങ്ങനെ പല രീതിയാണ്. പിന്നെ നമ്മുടെ മൂക്കിനകത്തോട്ട് ഈ എന്തുവാ പുകയടിക്കുക. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ മാവേലിക്കര കോടതിയിൽ ചെന്നിരുന്നപ്പോൾ നമ്മുടെ മൂക്കിലോട്ട് പുകയടിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഫേസ്ബുക്കിനകത്ത് എഴുതി ഇങ്ങനെ പുകമണം വരുന്നെന്ന്. എന്ന് വെച്ചാൽ നമ്മളെ മയക്കി വീഴ്ത്താനും ഒക്കെയുള്ള പരിപാടികളാണ്. എന്നിട്ട് അവിടുന്ന് ആശുപത്രി കൊണ്ടുപോകുക എന്നൊക്കെയുള്ളതാണ് ഉദ്ദേശം. അന്നേരം പിന്നെ വേറെ ഉള്ളിടത്തെല്ലാം പുകയൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേന് പുകയൊക്കെ ഇട്ടങ്ങ് മറയ്ക്കാൻ നോക്കുക. അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു സീനിയറിൻ്റെ അടുക്ക് എറണാകുളത്ത് ചെന്ന് അവിടെ ഇരുന്നപ്പോൾ ഇതുപോലെ പുകമണം വരാൻ തുടങ്ങി. എൻ്റെ മൂക്കിനകത്തോട്ട് ഇങ്ങനെ അടിച്ച് മയക്കി നമ്മളെ ശരിയാക്കാനായിട്ട് നമ്മുടെ ഇങ്ങനെ ഇവന്മാരുടെ ഇതാണ്. എന്നിട്ട് നമ്മളെ ആശുപത്രി കൊണ്ടുപോയി ഇട്ട് നമുക്ക് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരുടെ കൈവശപ്പെടുത്തി നമ്മളുടെ സ്വത്തും എല്ലാം പിടിച്ചു പറിക്കാനാണ് ഇവന്മാരുടെ ഉദ്ദേശങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അന്നേരം നമ്മളിത് എഴുതിയപ്പോഴത്തേന് എൻ്റെ സീനിയറായ സാർ ഓടിപ്പോയി. ഞാൻ എഴുതിയത് ആരും അറിയുന്നില്ല. എൻ്റെ ഫേസ്ബുക്കിനകത്ത് വളരെ എന്തുവാ പതിയെ ഫോൺ എടുത്താണ് എഴുതുന്നത്. അപ്പോൾ ഇവർ എൻ്റെ ഫോണൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓടി വന്ന് 2 ചന്ദനത്തിരി 4 മണി എറണാകുളം നമ്മുടെ ഹൈക്കോടതിയുടെ അടുത്താണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഇദ്ദേഹം ഓടി വന്ന് 2 ചന്ദനത്തിരി കത്തിച്ച മണം കൊണ്ടോ പുക കൊണ്ടോ ആരെങ്കിലും ചത്ത ചരിത്രമുണ്ടോ, മയങ്ങി വീണ ചരിത്രമുണ്ടോ, എനിക്കൊന്ന് അറിയണം. അതുപോലെ ഇവന്മാർ നമ്മുടെ വെള്ളത്തിനകത്തൊക്കെ മയങ്ങാനുള്ള മരുന്ന് കലക്കി തരാൻ പലയിടത്തും നോക്കുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ ഇവിടുന്ന് എൻ്റെ 11 മണി കഴിഞ്ഞപ്പോൾ ഒരു റെജി എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അവൻ മരിച്ചുപോയി. അവൻ്റെ ഒരു മോന് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് അവനെ പിടിച്ച് അവനോട് നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ വീട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളത്, അന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവിടെ നീ എൻ്റെ വീട് കുത്തിപ്പൊളിക്കാനാണെന്നോടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും അതിന് ടൂൾസ് ഇല്ലല്ലോ. എന്നിട്ട് ഇവനിങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇവൻ ഈ പോക്കറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇവിടെയെല്ലാം കൊണ്ടുപോയി അന്ന് ക്യാമറയ്ക്കകത്തല്ല ഇവനെ പതിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിച്ചു ക്യാമറയ്ക്കകത്ത് പതിഞ്ഞോ എന്നൊക്കെ ഇവൻ്റെ ഇത്. അപ്പം ഇവന്മാരൊക്കെ കുറേ പേര് അറിഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഈ നാട്ടിൽ. അവന്മാരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ. പ്രത്യേകിച്ച് ഒരു നെടിയപറമ്പിലെ വീട്, പോച്ചയിലെ മോഹൻ സിംഗ്, വീരേന്ദ്ര സിംഗ്, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന്, പിന്നെ അങ്ങനെ കുറച്ച് വീട്ടുകാരുണ്ട് ഇവിടെ. ഇതിനപ്പുറത്ത് വല്യത്തെന്ന് പറയുന്ന ഒരു സുഭദ്രയുണ്ട്, അവൾ, പിന്നെ ഒരു ഗീത, ഇങ്ങനെ കുറേ ആൾക്കാർ നമുക്കെതിരെ ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ പരിപാടി ഇങ്ങനെ പലരും നമുക്കെതിരെ നമ്മളെ ഇവിടുന്ന് ഓടിക്കണം എന്നുള്ള രീതി, പല രീതിയിൽ നമുക്കെതിരെ ഗൂഢാലോചനയുമായിട്ട് നടക്കുകയാണ് ഇവന്മാർ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് അത് കഴിഞ്ഞാണ് നമ്മുടെ മുഖം ഇങ്ങനെ കറുത്ത് വരികയും നമ്മുടെ CCTV ക്യാമറയ്ക്കകത്ത് നമ്മുടെ നീല നിറത്തിലാണ് കാണുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു വേറൊരു വീട്ടിലൊരു 10 ദിവസം പോയി നിന്നപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ മുഖമെല്ലാം പഴയ രീതി വെളുത്ത് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ദീപ അങ്ങ് വെളുത്തല്ലോ, ഇതെങ്ങനെയാ ദീപ ഇങ്ങനെ വന്നേ. അങ്ങനെയാണ് നമുക്ക് ഈ നമ്മുടെ നിറവ്യത്യാസങ്ങളെല്ലാം ഇത്രയും മനസ്സിലാവാൻ തുടങ്ങിയതും. കരൾ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ഇവിടെ ഒരു സദാനന്ദ മന്ദിരത്തിലൊരു സോമരാജൻ എന്ന് പറയുന്നവൻ നമ്മൾ കള്ളു കുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പരത്താൻ നോക്കുക. അങ്ങനെയൊക്കെ പല നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയുക. നമ്മുടെ ഫോണിൽ ഇപ്പോൾ 4 വർഷം കൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതിനെല്ലാം ഇതുണ്ട്, റെക്കോർഡുണ്ട്, നമ്മൾ കള്ളുവൊന്നും വാങ്ങിക്കുന്നില്ലെന്നുള്ളത്. അപ്പോൾ ഇവനിങ്ങനെ എന്തുവാ ഞാൻ കള്ളു കുടിച്ചമ്മ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛൻ കുടിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ അച്ഛൻ ഇവിടെ നമ്മളത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ കള്ള് കുടിക്കുകയാണെന്ന് പറഞ്ഞ് പരത്താൻ നോക്കുക. ഇങ്ങനെ കുറേ പ്രചരണങ്ങൾ നടത്തുക. കുറേ അവന്മാരിങ്ങനെ ഈ നാട്ടിലുണ്ട്. കള്ളു കുടിച്ച് വരച്ചും പത്താമ്പുറത്ത് പോയി കിടന്ന് ഛർദ്ദിച്ചതും കിടന്നപ്പോഴും ഛർദ്ദിച്ചതും ഒക്കെ അവനൊക്കെ. എന്നിട്ട് മുതുകുടിയനാ ഇവൻ. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുണ്ട്, അവൻ ദിവസവും നമ്മളെ ചീത്ത വിളിക്കുക ഇങ്ങനെ കുടിച്ചോണ്ട്. അതുപോലെ ഞാൻ ആരുടെയെങ്കിലും കാശ് അമ്മയുടേതും എൻ്റെ അച്ഛൻ്റെ പെൻഷനേന്നും 15 അമ്മയുടേതെന്നും 15 അല്ലാതെ വേറെ വല്ല കാശും എനിക്ക് ആരെങ്കിലും തരുന്നുണ്ടോ അമ്മേ? ആരുടെ ഞാൻ വാങ്ങിക്കാറില്ല. എൻ്റെ അല്ലാതെ വേറെ ആരും ഇവിടെ ആരുടെ അവൻ്റെ ഒന്നും കാശ് ഞങ്ങൾ വാങ്ങിക്കാറില്ല. ഞങ്ങൾ ആരുടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കണ്ടവന്മാരെ ഒന്നും കാശ് വാങ്ങിച്ചാൽ ഇന്ന് വരെയും ജീവിച്ചത്. അങ്ങനെ വല്ലവരും ചെയ്തെന്ന് കണ്ടുപിടിച്ചാൽ അത് അവന്മാർ ജയിലിൽ പോവും. എനിക്കെൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെ പെൻഷനേന്ന് വന്ന് 15,000
5000 രൂപ വീതം തരുന്നത്, അല്ലാതെ വേറെ ആരുടെയും അല്ല, ഞാൻ വേറെ ആരുടെയും വാങ്ങിച്ചിട്ടുമില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവന്മാരിങ്ങനെ സ്ഥിരം ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ കുറേ അവന്മാർ കുറേ ബന്ധം ഒഴിഞ്ഞ കുറേ അവന്മാരും ഒക്കെ ഉണ്ട്, കുറേ ക്രിമിനൽസ് ഇവിടെ എല്ലാം. ഈ ബിജുപി ബന്ധം ഒഴിഞ്ഞ് എൻ്റെ കൊച്ചിനെ പിടിച്ച് അവിടെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ അടുത്ത് അങ്ങനെ പലരും ഇങ്ങനെ ബന്ധം ഒഴിഞ്ഞ് വെച്ച് കൊച്ചിനെ പിടിച്ചിങ്ങനെ നിർത്തി. ഇവന്മാരെല്ലാം ഒരു കൈകളാണ്. ഈ ബിജുപിയുടെ ബിജുപിയായിട്ട് നല്ല ബന്ധമാണ് ഇവന്മാർക്ക്, ഈ ക്രിമിനൽസിന്. പല രീതിയിൽ നമ്മളെ ഇങ്ങനെ മയങ്ങി വീഴ്ത്താനും നമ്മുടെ നമ്മുടെ കാലയിലോട്ട്, നമ്മുടെ അതുപോലെ ഹിപ്പിലോട്ട് ഒക്കെ ഇങ്ങനെ ലേസർ അടിക്കുക, നമ്മുടെ ഹിപ്പിലോട്ടൊക്കെ ലേസർ അടിച്ച് നമ്മുടെ ഹിപ്പ് ബോണിന് ക്ഷതം വരുത്താനും നമ്മളെ നടക്കാതെ ഇരുത്താനും അങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങൾ ഇവന്മാർ നടത്തുന്നുണ്ട്. ലേസർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഭയങ്കര ചൂടാണ് ഇവന്മാർ ഈ ലേസർ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ നമ്മുടെ മുടിയിലോട്ട്, നമ്മുടെ മുഖത്തോട്ട്, അങ്ങനെ പല രീതിയിലാണ്. നമ്മുടെ മുഖത്തോട്ടൊക്കെ ഭയങ്കര ചൂടാണ്, നമ്മുടെ തൊലി പൊള്ളുന്ന പോലെ. അങ്ങനെ ഈ മാവേലിക്കര കോടതി മാത്രമല്ല ഹൈക്കോടതി വരെ ഇതുപോലെ ഫോണിനകത്ത് ഈ ആപ്പുമായിട്ട് നടക്കുന്ന പല വക്കീലന്മാരും ഉണ്ട്. വക്കീലന്മാർ മാത്രമല്ല, ഇവന്മാർ പലരും ഉണ്ട്. പ്രത്യേകിച്ച് വക്കീലന്മാർ കോടതിക്കകത്ത് കയറിയിരുന്ന് ഫേസ്ബുക്കും വാട്സപ്പും കാണലാണ് ഇവന്മാരുടെയും ജോലി. എന്നിട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുകയും വെച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ ഫോൺ ഓണാക്കി വെക്കുക. ഇത് നമ്മുടെ അടുത്തോട്ട് അടുപ്പിക്കുമ്പോൾ ഇവന്മാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ ഫോൺ എപ്പോഴും ഓണാക്കി വെച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഓഫാവാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഓണാക്കി ഇവന്മാർ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ജോലി. ഇത് തന്നെ മാവേലിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഞാൻ 2 ദിവസം പോയി. ഇത് തന്നെ അവിടെ നടക്കുകയും ചെയ്തു. ഏതവളാണെന്നും എല്ലാം ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഏതവനും ഏതവളും ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വകവരുത്താനായിട്ട് ഇതുപോലെ ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഇങ്ങനെ നമുക്കെതിരെ യൂസ് ചെയ്യാം. ലേസർ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതുപോലെ നമ്മുടെ വൈഫൈയുടെ സിഗ്നൽ വീക്കാക്കുക, നമ്മുടെ ക്യാമറാസ് ഓഫ്ലൈൻ ആക്കുക. എന്ന് വെച്ചാൽ ഇവരുടെ ഡ്രാമയ്ക്ക് അനുസരിച്ച് ക്യാമറ ഓഫ് ആക്കി വെക്കുക, നമ്മുടെ ഫോണിലെ ക്യാമറ. അങ്ങനെ പല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇതിനകത്തല്ല ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നൊരു മുതുകള്ളനുണ്ട്, അവന് നമ്പർ 1 ഇവരാണ്. ഇവനിങ്ങനെ ഡ്രാമ ഉണ്ടാക്കലാണ് ഇവൻ്റെ ജോലി. ഇവന് കുറേ പേരുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും നമ്മുടെ വീടിനകത്തിരിക്കുന്ന ഒരാൾക്ക് തന്നെ ഈ കള്ളത്തരങ്ങളിൽ പങ്കുണ്ട്. നല്ല ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ അതുപോലെ നമ്മൾ അടുക്കളയിലോട്ട് പോകുന്ന ഉടനെ കറണ്ട് പോവുക, ഇവരുടെ ഡ്രാമയ്ക്ക് അനുസരിച്ച്. അടുക്കളയിലോട്ട് പോകുന്നുടനെ നമ്മൾ പോകുമ്പോഴാണ് ഈ കറണ്ട് കൂടുതൽ പോകുന്നത്. അതുപോലെ നമ്മൾ വാഷ്റൂമിൽ പോയാൽ നമ്മൾ എവിടെയോ പോകുന്നതാണെന്നാണ്. പിന്നെ ഇന്നലെ ഒരുത്തൻ അതുപോലെ ഒരു ബൈക്കുമായിട്ട് വന്നില്ല, എവിടെയോ ബൈക്ക് വെച്ച് അവൻ എവിടെയാണെന്ന് നിന്നതെന്നും നമുക്കറിയത്തില്ല. എന്തായാലും പിന്നെ അവൻ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നേരം നമ്മുടെ അയ്യത്തോട്ടൊക്കെ പോയി ബൈക്കുമായിട്ട് വഴിയില്ലാത്തടത്തൂടെ ഒക്കെ കയറ്റി വന്ന ശേഷം നീ ഏതാടാന്ന് ചോദിക്കുമ്പോഴാണ് അവൻ ലൈൻ നോക്കാൻ വന്നതാണ്. ഇവിടെ ലൈനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ ഇവിടെ ലൈനുമല്ലോ? ഞങ്ങൾക്ക് ഇവിടെ ലൈൻ അപ്പൊ ലൈൻ നോക്കാൻ വന്നതാ, ഇലക്ട്രിസിറ്റി ബോർഡുകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലരെയും നമ്മുടെ പുറകിലും പല രീതിയിൽ നമ്മളെ ചതിക്കണം, വഞ്ചിക്കണം, പല രീതിയിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ ഫോണൊക്കെ എന്തോ ചെയ്തു വെച്ചുകൊണ്ട് ഇവന്മാർ പല കഥകൾ നമ്മൾ അറിയാതെ ഉണ്ടാക്കുകയാണ്. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ളതല്ല. അതുകൊണ്ട് ഈ വീട് വിൽക്കാനോ പറിക്കാനോ ഉള്ളതൊന്നുമല്ല. ഈ വീടും എൻ്റെ 146 സെൻറ്റ് സ്ഥലവും വിൽക്കാനോ ഒന്നും ഉള്ളതല്ല. പിന്നെ വിൽക്കുമ്പം അഥവാ എന്തെങ്കിലും ഈ വീടല്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ പല്ലാരിമംഗലത്തെ 50 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് വിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അന്നേരം ഇതുപോലെ ഈ ഫേസ്ബുക്കിലും വിൽക്കാനും പിന്നെ അത് തന്നെ വിൽക്കുവാണെങ്കിൽ ഇത് എൻ്റെ ഫേസ്ബുക്കാണ്. ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ശബ്ദത്തിൽ തന്നെ പറഞ്ഞിടും. ഈ ശബ്ദത്തിൽ തന്നെ. അതുപോലെ എനിക്ക് 2 യൂട്യൂബ് ഉണ്ട്, അതിനകത്തും കറക്റ്റ് കാര്യങ്ങൾ ഇടും. അല്ലാതെ ഇവന്മാരുടെ ഡ്രാമയൊന്നും ഇവിടെ നടത്തത്തില്ല. ഇവന്മാരിങ്ങനെ ഡ്രാമ കാണിച്ചിരിക്കുക, സ്ക്രിപ്റ്റഡ് ഡ്രാമയുമായിട്ട് ഇരിപ്പാട് ജോലി. കുറേ ക്രിമിനൽസ് എനിക്കെതിരെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ടാർഗറ്റഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇത്. കുറേ ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തുന്നവന്മാരാണ് ഇവർ. ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയും പല രീതിയിലുള്ള കള്ളത്തരങ്ങളും സാമ്പത്തിക കള്ളത്തരങ്ങൾ നടത്തുന്ന ഈ വൻ ശൃംഖലയുള്ള കള്ളക്കൂട്ടമാണ് ഇവന്മാർ. ഭയങ്കര ക്രൈംസാണ് ഇവന്മാർ കമ്മിറ്റ് ചെയ്യുന്നത്. പല കൊലപാതകങ്ങളിനകത്തും ഇവന്മാർക്ക് പങ്കുണ്ട്, അറിവും പങ്കും ഇവന്മാർക്കുണ്ട്. ഈ ഓലകെട്ടിയമ്പലത്തിലുള്ളവർക്കും കുറേ അവന്മാർക്കും പല കൊലപാതകങ്ങളും ഇവന്മാർ
എന്തുവാ അറിഞ്ഞുകൊണ്ട് നടത്തിക്കുന്നതാണ്. പല സൂയിസൈഡ് ഇവിടെ ഓലകെട്ടിയമ്പലത്തിൽ ഒത്തിരി സൂയിസൈഡ് ഉണ്ട്. അതിലൊക്കെ ഇവന്മാർക്ക് നല്ലതായ പങ്കുകളുണ്ട്. പലതും ആരും സൂയിസൈഡ് ചെയ്യാത്ത രീതിയിലാണ് ജനലയിൽ കെട്ടി തൂങ്ങുക. പിന്നെ അങ്ങനെ പല പല രീതിയിലാണ് ഇവന്മാർ. അയാൾക്ക് നല്ല വണ്ണവും ഒക്കെ അയാളെന്നും എടുത്ത് പൊക്കി കെട്ടിത്തൂക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജനലയെ കെട്ടി തൂങ്ങിയിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഭയങ്കര കള്ളത്തരങ്ങൾ. പിന്നെ ആക്സിഡൻറ്റ് ഉണ്ടാക്കൽ, മയങ്ങാനുള്ള മരുന്ന് കൊടുത്തേച്ച് ആക്സിഡൻറ്റ് ഉണ്ടാക്കുക. ഇല്ല നമ്മുടെ ബാലഭാസ്കറിൻ്റെ കൂട്ട് തൊണ്ട കിഴിച്ച് വെക്കുക. എന്നിട്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നൊന്നും പുറത്തോട്ട് വരാതിരിക്കാൻ. അങ്ങനെ പല രീതിയിലുള്ള വൻ കള്ളത്തരങ്ങൾ നടത്തുന്ന ആശുപത്രിയും ഒക്കെ ആയിട്ട് ഇവന്മാർക്ക് നല്ല ബന്ധങ്ങളാണ്. ഇവന്മാരുടെ ഫോണും ഇവന്മാരുടെയൊക്കെ ബാങ്ക് ബാലൻസ് ഇതെല്ലാം കറക്റ്റായിട്ട് ഇവന്മാരെയൊക്കെ കറക്റ്റായിട്ട് ഇവന്മാർ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ കള്ളത്തരങ്ങൾ അറിയാനൊക്കും. ഭയങ്കര കള്ളന്മാർ. ഇവരുടെയൊക്കെ ഫോൺ ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് ഇവന്മാരുടെ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പണുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഫോൺ ചെക്ക് ചെയ്താൽ അറിയാം എന്തെല്ലാം ആപ്പാണ് ഇവന്മാരുടെ കയ്യിലൊക്കെ ഉള്ളതെന്നുള്ളത്. അങ്ങനെ പല കള്ളത്തരങ്ങളും ഈ കേരളത്തിൽ നടക്കുന്ന സൈബർ തട്ടിപ്പുകളിലൊക്കെ ഇവന്മാർക്ക് പങ്കുണ്ട്. ഇങ്ങനെയുള്ള ഗ്രൂപ്പിന് പങ്കുണ്ട്. അല്ലാതെ വേറെ പുറത്തു നിന്നുള്ളവരൊന്നുമല്ല. അതുപോലെ കേരളത്തിൽ പിടിക്കുന്ന കഞ്ചാവൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളത് ഇതെല്ലാം. ഇവന്മാർക്ക് ഓരോരുത്തരെ നശിപ്പിക്കാനും ഓരോ പിള്ളേരെ നശിപ്പിച്ച് വഴിപഴപ്പിച്ച് ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കാനുമായിട്ട് ഇവന്മാർ മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണ്. അതുപോലെ ലവ് ജിഹാദും എല്ലാം അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി